ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പഠിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന. ദേശീയപാതയിലെ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് മന്ത്രി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന പരിശോധന പുനരാരംഭിച്ചു. നടപടി TCV വാർത്തയെ തുടർന്ന്. പ്രളയാവശിഷ്ടങ്ങൾ മാറ്റാത്തതുമൂലം ചിറക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. തോടിന് സമീപത്തെ കോളനികളിലെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കോടാലിയിൽ ശക്തമായ മഴയെ തുടർന്ന് റോഡ് ഇടിഞ്ഞത് വീടുകൾക്ക് ഭീഷണിയായി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച പരിശോധനയ്ക്കിടെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. പരിശോധനയ്ക്കിടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. യാത്രാ ദുരിതം കണ്ടറിയാൻ തൃശൂർ മുതൽ കളമശ്ശേരി വരെ യാത്ര നടത്തി പരിശോധിക്കുകയാണ് ഗതാഗത മന്ത്രി. ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് ഗണേഷ് കുമാറിന്റെ യാത്ര. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ സിഗ്നലുകളിൽ കാത്തുകിടക്കേണ്ടി വരുന്ന തൃശൂർ അരൂർ പാതയിലാണ് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ഇറങ്ങിയത്. ചാലക്കുടിയിൽ അതിരപ്പള്ളിയിലേക്ക് തിരിയുന്ന പാപ്പാളി ജംഗ്ഷനിലെ ബ്ലാങ്ക് സ്പോട്ട് മന്ത്രി നേരിട്ട് കണ്ടു. ദേശീയപാത PWD ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. നേരിട്ട് ഹൈവേയിലേക്ക് കയറുന്നതിന് പകരം സർവീസ് റോഡുകൾ തുറന്ന് ഗതാഗതം ക്രമീകരിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകി. പിന്നാലെ പോട്ട സിഗ്നലിലും പരിശോധന നടത്തി. അനാവശ്യ സിഗ്നലുകളാണ് പലയിടത്തും യാത്രാ തടസ്സമുണ്ടാക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. അതൊഴിവാക്കി പാപ്പാളി ജംഗ്ഷനിൽ ലക്ഷ്യമിടുന്നത് പോലെ സർവീസ് റോഡുകൾ പുനഃക്രമീകരിക്കും. സന്ദർശനത്തിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ കുരുക്കഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയിലെ പനമ്പിള്ളി കോളേജ് ജംഗ്ഷനിലാണ് മന്ത്രി ആദ്യം പരിശോധനയ്ക്കെത്തിയത്. വിവിധ സംഘടനാ പ്രതിനിധികളും ടാക്സി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ജംഗ്ഷനിലെ ഗതാഗത പ്രശ്നത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. തുടർന്നായിരുന്നു ആശ്രമം ജംഗ്ഷനിൽ മന്ത്രി എത്തിയത്. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ എബി ജോർജ, ചാലക്കുടി DYSP അശോക് കുമാർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. TCV ചാലക്കുടി. ചാലക്കുടി പോട്ട പാപ്പാളി ജംഗ്ഷനിൽ വാഹനങ്ങൾ ദേശീയപാത മുറിച്ചു കടക്കുന്ന അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം പ്രാവർത്തികമാകും. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് MLAയ്ക്കും നഗരസഭാ ചെയർമാനും ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. ബദൽ സംവിധാനം എന്ന നിലയിൽ ഇരുഭാഗത്തും സർവീസ് റോഡുകൾ സജ്ജമാക്കിയതിനു ശേഷം റോഡ് ക്രോസിംഗ് ഒഴിവാക്കും. പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് ദീർഘിപ്പിക്കുന്നതിന് കനാൽ പാലം നിർമ്മിക്കും. കോട്ട ആശ്രമം ജംഗ്ഷനിലെ സിഗ്നൽ ഒഴിവാക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തോട് ജനപ്രതിനിധികൾ അനുകൂലിച്ചില്ല. ഇതിനായി ഒരിക്കൽ കൂടി വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സിഗ്നൽ പരമാവധി ഞങ്ങളിപ്പോൾ നോക്കുന്ന ഇന്നത്തെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പരമാവധി മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് ആലുവ വരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. പരമാവധി സിഗ്നലുകൾ അണയ്ക്കാമെന്നുള്ളത് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന പരിശോധന പുനരാരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് ഡോക്ടറുടെ സേവനം ലഭിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തലാക്കിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജോലി അവസാനിപ്പിച്ച് പോയതിനാലാണ് ഉച്ചയ്ക്ക് ശേഷം ചികിത്സ മുടങ്ങാൻ കാരണം. ഡോക്ടർ ഇല്ലാത്തതിനാൽ രോഗികൾ ബുദ്ധിമുട്ട് നേരിടുന്നതിനെ സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. തുടർന്നാണ് അധികൃതർ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ചത്. 4 പഞ്ചായത്തുകളിൽ നിന്നായി ദിനംപ്രതി 100 കണക്കിന് രോഗികളാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. 2018 പ്രളയാവശിഷ്ടങ്ങൾ മാറ്റാത്തത് മൂലം ചിറക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. ഇതുമൂലം തോടിന് സമീപത്തെ കോളനികളിലെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. ചിറക്കൽ തോട്ടിൽ ഒഴുക്ക് നിലച്ചതിനാൽ വെള്ളം കരകവിയുന്ന അവസ്ഥയിലാണെന്ന് ചാഴൂർ പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 8, 10 വാർഡുകളിലെ 100ഓളം വീടുകളെ വെള്ളക്കെട്ട് ബാധിക്കും. പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ KLDC 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇത് പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇഞ്ചമുടി മാട്ടുമൽ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള അടിയന്തര നടപടിക്കായി കളക്ടറെ സമീപിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ചിറക്കൽ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടിൽ കുളവാടയും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയാൽ കനത്ത പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക. ചിറക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട പ്രദേശങ്ങൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. KLDC ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിരുന്നു. അടിയന്തരമായി തോട്ടിലെ മാലിന്യങ്ങളും കുളവാടയും നീക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാഴൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. TCV അന്തിക്കാട്.
മറ്റത്തൂർ കോടാലിയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകി റോഡ് ഇടിഞ്ഞത് വീടുകൾക്ക് ഭീഷണിയായി. വടക്കേ കോടാലി അംഗൻവാടി റോഡാണ് ഇടിഞ്ഞത്. വീടുകൾക്ക് തൊട്ടുപുറകിൽ 10 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന റോഡരിക് മഴവെള്ളം ശക്തമായി കുത്തിയൊഴുകിയത് മൂലം വീടിന് മുകളിലേക്ക് ഇടിയുകയായിരുന്നു. ഇപ്പൊ ഈ മേലിൽ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ഈ ഏരിയയിലേക്ക് വന്നിട്ട് ഇത് ഇടിഞ്ഞു പോയി വെള്ളം തള്ളിയിട്ട് ഇപ്പൊ നമ്മുടെ മതില് അങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ വീടിന് ഭീഷണി തന്നെയാണ്. എനിക്ക് ആരെങ്കിലും ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എനിക്ക് നിർത്തി തരണം എന്നാണ്. ഞാൻ എൻ്റെ കാശ് മുടക്കി കെട്ടിയ സംഭവമാണ്. ഇതിനൊരു നഷ്ടപരിഹാരം ചോദിച്ച് ഞാൻ നടന്നിട്ടില്ല. എനിക്കിത് വേണ്ടത് ഇവിടെ ഒരു എന്താ പറയുക വെള്ളത്തിന്റെ ഒഴുക്ക് തടയുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കോടാലി കുട്ടിമ്പലം റോഡിനെയും കോടാലി മുരുക്കങ്ങൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന അംഗൻവാടി റോഡിന്റെ ഓരത്ത് താമസിക്കുന്ന 4 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. ശക്തമായ മഴ പെയ്താൽ വീടുകളിൽ സുരക്ഷിതമായി കഴിയാൻ ഇവർക്കാവുന്നില്ല. വീടുകൾക്ക് തൊട്ടുപുറകിൽ ഉയർന്നു നിൽക്കുന്ന റോഡ് ഏതു സമയത്തും ഇടിഞ്ഞു വീഴുമെന്ന ഭയമാണ് ഇവർക്ക്. റോഡിലൂടെ വെള്ളം ഒഴുകി വരുന്നത് തടയുക, റോഡരിക് കോൺക്രീറ്റ് ചെയ്ത് കെട്ടി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർക്കുള്ളത്. പഞ്ചായത്ത് ഈ ആവശ്യം നിറവേറ്റി തരാത്തതിനാൽ സ്വന്തം ചിലവിൽ റോഡരിക് ഇവിടുത്തെ കുടുംബങ്ങൾ കെട്ടി സംരക്ഷിച്ചെങ്കിലും മഴക്കാലത്ത് കുത്തിയൊഴുകി കെട്ട് ഇടിഞ്ഞു പോവുകയാണ്. ഇവിടെ താമസിക്കുന്ന മഞ്ഞൾവളപ്പിൽ റഫീഖിന്റെ വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം റോഡരിക് ഇടിഞ്ഞു വീണിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട് റോഡ് ഇടിയാതെ കെട്ടി സംരക്ഷിക്കണമെന്നും റോഡിലൂടെ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. TCV കൊടകര. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഏനാമാവിലും ഇടിയഞ്ചിറയിലും വളയം ബണ്ടിന്റെ പെട്ടിക്കഴ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഏകദേശം 3 മീറ്റർ വീതിയിൽ പെട്ടിക്കഴ തുറന്നത്. മുല്ലശ്ശേരി കനാലിലും ഏനാമാവ് ഫേസ് കനാലിലും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് താൽക്കാലിക വളയം ബണ്ടുകളുടെ പെട്ടിക്കഴകൾ തുറന്നത്. കനാലിൽ ജലനിരപ്പ് അനിയന്ത്രിതമായി ഇനിയും ഉയർന്നാൽ സമീപ പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറുകയും കോൾ ബണ്ടുകൾ തകരുകയും ചെയ്യും. മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ വളയം ബണ്ടിന്റെ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായി പൊളിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നവീകരണത്തിന്റെ ഭാഗമായി അഴിച്ചുമാറ്റിയതിനാൽ വെള്ളത്തിന് ശക്തമായ ഒഴുക്കുണ്ട്. കോൾപടവുകളിലേക്കുള്ള സ്ലൂയിസുകൾ തുറന്ന് വെള്ളം കയറ്റാൻ പടവ് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഇറിഗേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏനാമാവിലെ ജലനിരപ്പ് താഴാതെ തുടർന്നാൽ ഏനാമാവിലും റെഗുലേറ്റർ ഷട്ടറുകൾ തുറക്കേണ്ടതായി വരും. കനത്ത മഴയിൽ തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പെരിഞ്ഞനം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പത്തോട് പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ആറാട്ടുകടവ് ബീച്ചിലെ അറപ്പയാണ് JCB ഉപയോഗിച്ച് പൊട്ടിച്ച് തുറന്നുവിട്ടത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന കാനകൾ എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്ന് ET ടൈസൺ MLA ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പലയിടത്തും കാനകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. എടത്തുരുത്തി പൈനൂരിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ചിറകെട്ട് പൊട്ടിച്ച് വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടു. കനത്ത മഴയിൽ ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളൂപ്പറമ്പൻ വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. കടയുടെ ചുമർ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന ഇയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവെച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി സമീപത്തെ പറമ്പിൽ എത്തിച്ചതിന് ശേഷം പുതുക്കാട് നിന്ന് ഓട്ടോ വിളിച്ചാണ് ഇവർ തൃശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത്. സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉപകരണങ്ങൾ മോഷണം പോയ സംഭവം രാഷ്ട്രീയ വടംവലിയിലേക്ക് വഴിമാറുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിൽ നടത്തിയ സമരത്തെ വാർത്താസമ്മേളനത്തിൽ നിശിതമായി വിമർശിച്ച ചെയർമാൻ എബി ജോർജ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. തൊട്ടുപിന്നാലെ നഗരസഭയിലെ ജീവനക്കാരിയുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്കും നീങ്ങി. കളവ് നടന്നിട്ടും പരാതി നൽകാതെ 26 ദിവസം വൈകിപ്പിച്ച ചെയർമാൻ വീഴ്ച മറയ്ക്കാൻ ജീവനക്കാരിയുടെ പേരിൽ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ചൂണ്ടിക്കാട്ടി. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ചെയർമാനെ നഗരസഭാ ഓഫീസിൽ കടക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. പരിശോധന നടത്താനായി ഒരു പരാതി അന്ന് തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷെ അതിന്റെ പരാതി കൊടുക്കുമ്പോഴത്തെ സാങ്കേതികത്വം അറിയാവുന്ന നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരെ
അതിൻ്റെ ഒരു റിപ്പോർട്ട് സഹിതം പരാതി കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത്. ഇന്നലെ പരാതി കൊടുത്തില്ല എന്നുള്ള ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. ഇന്നലെ പരാതി കൊടുക്കാൻ രാവിലെ തന്നെ പോയി പരാതി കൊടുത്തതാണ്. ഇവിടെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, സെക്രട്ടറി ലീവിലായിരുന്നു. സെക്രട്ടറിയുടെ ചാർജ് നിരവധി വാർത്തകളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മുരളി പെരുന്നെല്ലി MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് സാമ്പത്തിക ബാധ്യത മൂലമാണ് കയറ്റിയിട്ടതെന്ന് സ്കൂൾ അധികൃതർ. 2020 ഫെബ്രുവരി വരെ ബസ് ഓടിയിരുന്നു. 10 വർഷത്തോളം കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കാതെയാണ് സർവീസ് നടത്തിയത്. ഇക്കാലം അത്രയും വാഹനത്തിന് വേണ്ടിവരുന്ന ചെലവുകൾ അധ്യാപകരും PTA-യുമാണ് വഹിച്ചിരുന്നത്. വീതി കുറഞ്ഞ റോഡുകളിൽ സ്കൂൾ ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കില്ല. ഇതേ തുടർന്ന് സ്കൂൾ ബസ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ നെൽസൺ V. മാത്യു, പ്രിൻസിപ്പാൾ A. അബീദ, സ്റ്റാഫ് സെക്രട്ടറി OV മിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത മഴയിൽ വീട് തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തിരുവല്ലുവാമലയിലെ ഒരു കുടുംബം. പട്ടിപ്പറമ്പ് 9-ാം വാർഡിൽ താമസിക്കുന്ന കരിമ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തകർന്നത്. ജീർണാവസ്ഥയിലായിരുന്ന വീട് ടാർപോളിൻ ഷീറ്റ് മേഞ്ഞാണ് മേൽക്കൂര സംരക്ഷിച്ചു വന്നിരുന്നത്. ഇതിനിടയിലാണ് കനത്ത മഴയിൽ അടുക്കള ഭാഗത്തെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നത്. വീടിന്റെ അകത്തും പുറത്തുമായി ഊന്നുതടികൾ നൽകിയാണ് മേൽക്കൂര സംരക്ഷിച്ചിരിക്കുന്നത്. 72 വയസ്സുള്ള കരിമ്പനും ഭാര്യ ചെല്ലയും ഇളയ മകനുമാണ് ഈ തകർന്ന വീട്ടിൽ ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. കൂലിപ്പണിയെടുത്താണ് ഇവർ കഴിയുന്നത്. അസുഖബാധിതനായ കരിമ്പന് ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പിലാണ്. നമുക്ക് വേറൊരു മാർഗം കാണാനില്ല. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ഞാനിപ്പോൾ ഒരു ജോലിക്കും ഞാൻ പോകാണ്ടിരിക്കുകയാണ്. സൂക്കറുകാരനാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് പോവാണ്. മകൻ പണിത് അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകണു. ഇനിയിപ്പോൾ എന്താ ഇതിനെപ്പറ്റി ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല. ലൈഫിൽ വീടുണ്ട് പറഞ്ഞിട്ട് മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ കടലാസൊക്കെ ശരിയാക്കുമ്പോഴേക്കും ഇയാൾ നേരം വൈകി പറഞ്ഞിട്ട് ആ വീട് വേറെ മാറ്റിക്കൊടുത്തു. ഭാര്യയായ ചെല്ല തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ചെറുമകന് ചെറിയ ജോലിയുണ്ടെങ്കിലും ഉപജീവനം സാധ്യമല്ല. 2 വർഷം മുൻപ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീടിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടിക്രമങ്ങൾ വൈകിയതിനാൽ വീട് നഷ്ടമായതായി ഇവർ പറഞ്ഞു. മഴ തകൃതിയായി പെയ്യുമ്പോൾ വീട് തകർന്നാൽ ജീവഹാനി സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത്. TCV ചേലക്കര. വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള വഴികൾ അടഞ്ഞതോടെ മാളയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മാമ്പിള്ളി റോഡിൽ ഷീജയുടെ വീടിന്റെ അകത്തേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിൽ കുടുംബം താമസം മാറി. മാളച്ചാലിൽ വെള്ളം ഉയർന്ന് കരകവിഞ്ഞാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. മാളച്ചാലിൽ നിന്ന് തടയണ ഭാഗികമായി നീക്കി വെള്ളം കായലിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഏകദേശം 600ഓളം ഏക്കർ സ്ഥലത്തു നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് മാളച്ചാലിലേക്കാണ്. ചാലിൽ നിന്നുള്ള തടയണ പൂർണ്ണമായി തുറന്നാൽ മാത്രമേ ജലനിരപ്പ് കുറയൂ. അന്നമനട പഞ്ചായത്തിലെ വെണ്ണൂർപ്പാടം കോളനിയിലെ വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പടിയൂർ വളവനങ്ങാടിയിൽ വീട്ടുകിണർ ഇടിഞ്ഞു. കൂനക്കാംപിള്ളി വീട്ടിൽ ഇന്ദിരയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് മഴയിൽ ഇടിഞ്ഞത്. പാവറട്ടിയിൽ മരം വീണ് ഓടിറ്റ് വീട് ഭാഗികമായി തകർന്നു. 4-ാം വാർഡിൽ എലുവത്തിങ്കൽ ആനി ജോസഫിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന് സമീപത്തെ പുലിമരം കടപുഴകി വീഴുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിലും വില്ലേജിലും വീട്ടുകാർ പരാതി നൽകി. ജില്ലയിൽ തുടരുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പ്രധാന തോടുകളിൽ നിന്ന് പാടശേഖരങ്ങളിലേക്കുള്ള സ്ലൂയിസുകൾ തുറന്ന് വെള്ളം കയറ്റി നിർത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. കൃഷി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് പുള്ള് ആലപ്പാട് പാടശേഖരത്തിലെ 17-ാം നമ്പർ ചാലിലെ സ്ലൂയിസ് തുറന്നു. കാട്ടൂർ, ചാഴൂർ, പാറളം, ചേർപ്പ് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ മഴവെള്ളം പുത്തൻതോട്ടിൽ നിറയുന്ന സാഹചര്യത്തിലാണ് സമീപത്തെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടുന്നത്. അതേസമയം മഴവെള്ളം ശേഖരിച്ച് നിർത്തുന്നത് അശാസ്ത്രീയമാണെന്നും പ്രധാന തോടുകൾ വഴി വെള്ളം ഏനാമാവ് റെഗുലേറ്ററിലേക്കും അവിടെ നിന്ന് കടലിലേക്കും ഒഴുക്കിവിടുകയാണ് വേണ്ടതെന്നും കർഷകർ പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലെ ഉരുളക്കുന്ന് പ്രദേശത്ത് 15ഓളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തേക്കുള്ള വീടിന് മുകളിലേക്ക്
മണ്ണ് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. അധികൃതർ ഇടപെട്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ് എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പാങ്ങ് പൂവത്തൂർ സ്വദേശി പുലിപ്പറമ്പിൽ വേലായുധന്റെ മകൻ 56 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. പാങ്ങ് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു സുരേഷ് കുമാർ. ബുധനാഴ്ച മുതൽ സുരേഷിനെ കാണാനില്ലെന്ന് വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ് നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടിന് അടിവശത്തായി മൃതദേഹം വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള മീമ്പിക്കുളം വൃത്തിയാക്കുന്നതിനായി നഗരസഭ തുക വകയിരുത്തിയെങ്കിലും കൃത്യമായ രീതിയിൽ പ്രവർത്തികൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് BJP ആരോപിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചെങ്കിലും ചെളി കുളത്തിൽ നിന്ന് കോരിയെടുത്ത് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരുന്നതിനാൽ ശക്തമായ മഴയിൽ ഇത് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി. സമീപത്തെ പറമ്പിലും നടവഴിയിലും ചെളി കൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. ചെളി നിറഞ്ഞ് വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് കുളം ഉപയോഗിക്കാൻ കഴിയാതെയായി. വിഷയത്തിൽ നഗരസഭ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് BJP നോർത്ത് ഏരിയ പ്രസിഡന്റ് രാജൻ അമ്മാട്ട്, ബൂത്ത് സെക്രട്ടറി VG ഗിരീഷ്, കമ്മിറ്റി അംഗങ്ങളായ MC വിജീഷ്, KV വിനുലാൽ, PK മനോജ്, KS സുഗുണൻ, KM ദജീഷ് എന്നിവർ അറിയിച്ചു. വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡിലെ 16 കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അനുഗ്രഹ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകി. റോഡ് നിർമ്മാണത്തിനാവശ്യമായ MLA ഫണ്ട് ലഭിച്ചിട്ടും റോഡിന്റെ അവകാശിയെന്ന് സ്വയം അവകാശപ്പെടുന്ന പടിഞ്ഞാറൂട്ടിൽ ലക്ഷ്മിക്കുട്ടി ഇതിനെ എതിര് നിൽക്കുകയാണെന്നും വാർഡംഗം സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. അനുഗ്രഹ റോഡ് എന്ന പേരിലുള്ള വഴി പ്രദേശവാസികളുടെ ആധാരത്തിൽ 5 കോൽ ഉണ്ടെന്ന് കാണിച്ചിട്ടും സ്വകാര്യ വ്യക്തി റോഡിൽ മണ്ണിടുന്നതിന് പോലും സമ്മതിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കളക്ടറും തഹസീൽദാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രനും നാട്ടുകാരും ആവശ്യപ്പെട്ടു. താമസിക്കുന്ന സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഈ വഴി ആധാരത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് പാസ്സായിട്ട് പോലും ഞങ്ങൾക്ക് ഈ റോഡ് നേരെയാക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ കുഞ്ഞു കുട്ടികളും പ്രായമായവരും സ്ത്രീകളും, ഇവിടെ മിക്ക വീട്ടിലും പുരുഷന്മാരില്ലാത്ത വീടുകളാണ്, സ്ത്രീകളാണ് കൂടുതൽ. ഒരാൾക്കൊന്ന് വയ്യാതെ ആയാലോ ഒരു കുട്ടികൾക്ക് ഇതായാലോ സ്കൂൾ തുറന്നൊന്ന് കുട്ടികൾക്ക് പോകണം വെച്ചാൽ ഈ വഴിയുടെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല, പാമ്പുകളും വെള്ളം കെട്ടി നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഞങ്ങളും സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ളവരാണ്. ഞങ്ങൾക്ക് ഈ റോഡ് ഞങ്ങൾക്ക് നടക്കാനും ഇവിടെ ഒരു ഗ്യാസ് വണ്ടി വരില്ല, ഒരു മീൻകാരൻ വരില്ല, ഒരു വാടക വണ്ടി വിളിച്ചതി വരില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഞങ്ങൾ എവിടെ ഇട്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ആക്കണം. ഞങ്ങളും സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ള മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നവർ മൊത്തം. 16ഓളം കുടുംബങ്ങളാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. സാധാരണ ഇവിടെ ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലോ, ഹോസ്പിറ്റലൊക്കെ ഒരു വയ്യാതൊക്കെ ആയിട്ട് ഇവിടെ രാജേട്ടനൊക്കെ ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതിനൊക്കെ തലച്ചുമടായിട്ട് നമ്മൾ അല്ലെങ്കിൽ കസാരയിൽ വെച്ച് എടുത്തുകൊണ്ട് വേണം ഈ റോഡിൻ്റെ അറ്റത്ത് പോയിട്ട് വേണം വരാനായിട്ട്. ഒരു വണ്ടി പോലും വിളിച്ചാൽ വരില്ല, അത്രയും ദുർഘടമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ആ ടീച്ചറുടെ അവരുടെ കേസ് അവർ പഞ്ചായത്തിലേക്ക് കൊടുത്തത്. പഞ്ചായത്തിൻ്റെ MLAയുടെ ഭാഗത്ത് നിന്ന് 10 ലക്ഷം രൂപ ഈ റോഡിലേക്ക് പാസ്സാക്കിയതാണ്. ഈ റോഡിൽ പണി ചെയ്യാനായിട്ട് അവർക്കാണ് അവകാശമെന്നും അവരുടെ പേരിലാണ് വില്ലേജിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വീട്ടുകാരിൽ അവരുടെ പ്രകാരമാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. കാരണം വീട്ടുകാരിൽ അവരുടെ പേരിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ലാത്ത റോഡിലേക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു, ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത്. തൃശൂർ അടാട്ട് ഫാർമേഴ്സ് ബാങ്കിന്റെ കീഴിലുള്ള ചൂരക്കാട്ടുകര മുതുവറ പാടശേഖരത്തിലെ 100ഓളം വരുന്ന കർഷകരുടെ നെല്ല് വിളവെടുപ്പിന് ശേഷം സംഭരിക്കാത്ത സപ്ലൈകോ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി. കളക്ടറുടെ ചേംബറിൽ കൂടിയ യോഗത്തിൽ നെല്ല് സംഭരിക്കാൻ തീരുമാനമായി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി KN ഗോവിന്ദൻകുട്ടി, ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
മറ്റത്തൂർ പഞ്ചായത്തിന്റെ മാങ്കുറ്റിപ്പാടത്തുള്ള പൊതുശ്മശാനത്തോട് ചേർന്ന് മാലിന്യ സംഭരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് നാട്ടുകാർ. വാർഡംഗം ശിവരാമൻ പോതിയിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ യോഗം ചേർന്നു. ശ്മശാന ഭൂമി പവിത്രമായി കാത്തുസൂക്ഷിക്കേണ്ട ഇടമാണെന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം സംഭരിക്കുന്നത് ശരിയല്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി. അതിതീവ്ര മഴയിലുണ്ടാകുന്ന ദുരന്തങ്ങളെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റ് MT തോമസിന്റെ 1ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, RH അബ്ദുൽ സലീം, സേവ്യർ ചീരൻ, ബെന്നി ചെറുവത്തൂർ, ഷാജൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ വഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, പ്രബീഷ് തിരുവങ്കിടം, മോഹനൻ ഇച്ചിത്തറ, പ്രദീപ് പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ അംഗനവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 1ാം വാർഡിലെ 102ാം നമ്പർ ചിറമനങ്ങാട് അംഗൻവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ്. 10 മാസം മുൻപ് ആരംഭിച്ച അറ്റകുറ്റപ്പണികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇതിന് 10 മാസമായി വാടക നൽകാത്തതിനാൽ ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. ഇവിടെ ടീച്ചർ ഇല്ലെന്നും പ്രദേശത്തെ ഭൂരിഭാഗം അംഗൻവാടികളും ശോചനീയമായ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ പോലും ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയോർ തോടിലെ ഒഴുക്കിന് തടസ്സമായി നിന്നിരുന്ന ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്തു. പെരുവല്ലൂർ പാലത്തിന് അടിഭാഗത്ത് മരം ഒഴുകി വന്ന് തടഞ്ഞതിനെ തുടർന്നാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത്. കൊച്ചിൻ ഫ്രോണ്ടിയോർ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഇതേ തുടർന്നാണ് അടിയന്തരമായി തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായത്. പാലത്തിനു സമീപം തോടിലേക്ക് തള്ളി നിൽക്കുന്ന കുറ്റിക്കാടുകളും മുക്കന്ത്ര ഭാഗത്ത് അടഞ്ഞുകിടക്കുന്ന ചണ്ടിയും ഇതോടെ നീക്കം ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, പഞ്ചായത്ത് മെമ്പർ സനിൽ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാതാ നിർമ്മാണം മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് ഒരുമനിയൂർ തങ്ങൾപടിയിലെ കുടുംബങ്ങൾ. വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. ദേശീയപാത നിർമ്മിക്കുവാനായി വലിയ ഉയരങ്ങളിൽ മൺതിട്ടകൾ നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ നിന്നും വീടിനുള്ളിലേക്ക് കയറുന്ന ഇഴജന്തുക്കളുടെ ശല്യവും വീട്ടുകാരിൽ പരിഭ്രാന്തി പരത്തുകയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് 13ാം വാർഡ് മെമ്പർ KJ ചാക്കോ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പഠിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന. ദേശീയപാതയിലെ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് മന്ത്രി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന പരിശോധന ആരംഭിച്ചു. നടപടി TCV വാർത്തയെ തുടർന്ന്. പ്രളയാവശിഷ്ടങ്ങൾ മാറ്റാത്തതുമൂലം ചിറയ്ക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. തോടിനു സമീപത്തെ കോളനികളിലെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കോടാലിയിൽ ശക്തമായ മഴയെ തുടർന്ന് റോഡിടിഞ്ഞത് വീടുകൾക്ക് ഭീഷണിയായി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.